നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒരു ആണവ യുദ്ധത്തിന്റെ മുനമ്പിലാണ് ലോകം നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലൊരു ആക്രമണം, നേരത്തെ ഒരു തെറ്റായ ചിന്തയ്ക്ക് ഒരു വലിയ വില നൽകേണ്ടി വരുമോ എന്നുള്ള ഭീതിയൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഒന്ന് മയപ്പെടാൻ പുടിൻ തയ്യാറായിട്ടുണ്ടോ? യുക്രൈനോടുള്ള നിലപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു സമാധാന ചർച്ചയ്ക്കെങ്കിലും പുടിൻ തയ്യാറാണോ? പക്ഷേ നിരാശപ്പെടുത്തുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഈ രാജ്യങ്ങളുടെയൊക്കെ ആണവ ശക്തികളെ കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് പുടിൻ മയപ്പെട്ടോ എന്നുള്ളതാണ്. ലോകം പൊട്ടിത്തെറിപ്പിക്കാനുള്ള പാസ്വേഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബ്രീഫ് കേസ് ഉണ്ട്. ഈ ബ്രീഫ് കേസ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ കയ്യിലാണുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനെക്കുറിച്ച് ഇതിലേക്ക് നമുക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കാം. അപ്പോൾ ആദ്യകാലത്ത് ഇപ്പോൾ ഈ റഷ്യ മയപ്പെടുമോ അല്ലെങ്കിൽ റഷ്യ ഒരു ആണവായുധം പ്രയോഗിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ് ആദ്യകാലത്ത് ബലാബലം നിന്നിരുന്ന രണ്ട് രാജ്യങ്ങൾ. ലോകത്ത് ആദ്യം ആണവായുധം പ്രയോഗിച്ചത് പക്ഷേ അമേരിക്കയാണ്. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടാകുന്നു. അപ്പോഴും റഷ്യ എന്നുള്ള രാജ്യം, സോവിയറ്റ് യൂണിയൻ റഷ്യയായി മാറിയപ്പോഴും റഷ്യ അപ്പോഴും അണ്വായുധ ശക്തിയായി തന്നെ നിലനിന്നു. അമേരിക്കയും മുൻപുണ്ടായിരുന്നു, റഷ്യയും ഉണ്ടായിരുന്നു, പക്ഷേ അമേരിക്കയാണ് ആദ്യം ഉപയോഗിച്ചത്. ഇപ്പോൾ വീണ്ടും അതിനൊരു തിരി കൊളുത്തിയിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. കാരണം ബൈഡന്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നേരത്തെ ചോദിച്ച ഈ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ബൈഡൻ ചെയ്തിട്ടുള്ള ഒരു ബൈഡൻ്റേതായിട്ടുള്ള ഒരു കളി കളിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റ് മാത്രമാണ്. ഇതിനിടയ്ക്ക് നിർണായക തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ട്രംപ് വരുന്നതിനിടയ്ക്കുള്ള ഒരു ചെറിയ കാലഘട്ടത്തിലത്തെ ഇടക്കാല പ്രസിഡന്റായിട്ട് മാത്രമാണ് ബൈഡൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ യുദ്ധത്തിന്റെ ശക്തി കൂട്ടാൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തത് ബൈഡനാണ്, യുക്രൈന്. അപ്പോൾ ഇത് ഒന്നുകിൽ രണ്ട് സാധ്യതകൾ ഇതിനുണ്ട്. ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞിരുന്നു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ട്രംപ് മിടുക്കനാവണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ബൈഡൻ ചെയ്തതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ തൽക്കാലം ഇസ്രയേലിൽ നിന്ന് റഷ്യയുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പണിയാണോ ബൈഡൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ റഷ്യയുടെ ശ്രദ്ധ മുഴുവനും ഇത്രകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ, ഇറാൻ എന്നുള്ള കിം ഇവരൊക്കെയുള്ള കൂട്ടുകെട്ട് ഇസ്രയേലിനെതിരെ വലിയൊരു ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ബൈഡൻ ഇങ്ങനെ ഒരു ചെറിയൊരു പണി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി റഷ്യ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് യുക്രൈനിലേക്കാണ്. എന്തായാലും പക്ഷെ അതൊരു എട്ടിന്റെ പണി തന്നെയായിരുന്നു. കാരണം യുക്രൈൻ ഇപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കയുടെ ഈ സമ്മതം കിട്ടിയ പാട് സെലൻസ്കി ഉടനെ തന്നെ ആയുധം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. അത് ബ്രിട്ടന്റെ ആയുധവും എടുത്ത് ഉപയോഗിച്ചു, അമേരിക്കയുടെ ആയുധവും എടുത്ത് ഉപയോഗിച്ചു. ഇതിന് പകരമായിട്ട് റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ RS-26 പോലുള്ള വളരെ പ്രഹരശേഷിയുള്ള മിസൈലാണ് ഉപയോഗിച്ചത്. 300 കിലോമീറ്റർ ദൂരത്തേക്ക് പോകാൻ തക്കണമുള്ളത് മാത്രമാണ് യുക്രൈൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറം 5600 കിലോമീറ്റർ ദൂരത്തേക്ക് പ്രഹരശേഷിയുള്ള മിസൈലാണ് റഷ്യ തൊടുത്തുവിട്ടത്. റഷ്യയുടെ ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടിയുണ്ട്. ഈ മിസൈലിന്റെ അറ്റത്ത് ആറ്റം ബോംബ് വെച്ചിട്ട് ഇതിൽ പ്രയോഗിക്കാൻ പറ്റും. സാധാരണ എല്ലാ മിസൈലിലും അത് പറ്റില്ല. അപ്പോൾ ഈ ആറ്റം ബോംബ് ഉപയോഗിക്കാൻ തക്ക ശേഷിയുള്ള ആയുധങ്ങളാണ് മിസൈലാണ് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അപ്പോൾ തങ്ങൾ അണ്വായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ്. കാരണം ഇപ്പോൾ ഈ മിസൈൽ മാത്രം അയച്ചു. ഇന്നലെ അയച്ചത് ആ മിസൈൽ മാത്രമാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ അറ്റത്ത് ഒരു അണുബോംബ് വയ്ക്കാൻ മടിക്കില്ല എന്നുള്ളൊരു സന്ദേശമാണ് റഷ്യ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. കാരണം ഇതുപോലെ തന്നെ ഇതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ആണവ നയം മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ആണവായുധം പ്രയോഗിക്കുക, അണ്വായുധം പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ബോംബ് പ്രയോഗിക്കുന്നത് പോലെയോ ഒരു മിസൈൽ പ്രയോഗിക്കുന്നത് പോലെയോ എടുത്തു ചാടി പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് നിയമവശങ്ങളുണ്ടാകും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഒരു ആണവായുധം പ്രയോഗിക്കാൻ പെട്ടെന്ന് റഷ്യക്ക് കഴിയുമോ? കാരണം റഷ്യ ഇപ്പോഴാണ് ആണവ നയം മാറ്റിയത്. അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിരുന്നത്, റഷ്യ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ റഷ്യയുടെ ആണവ നയ പ്രകാരം
അണുവായുധമുള്ള ഒരു രാജ്യത്തിലേക്ക് മാത്രമേ അണുവായുധം പ്രയോഗിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ യുക്രൈൻ്റെ കയ്യിൽ അത് ഇല്ലെങ്കിൽ തന്നെയും യുക്രൈനെ സഹായിച്ച രാജ്യം, ഇപ്പോൾ അമേരിക്ക യുക്രൈനെ സഹായിച്ചു എന്നുണ്ടെങ്കിൽ റഷ്യ ആണവായുധം ഉപയോഗിക്കുന്നത് അമേരിക്കയിലേക്കായിരിക്കും. നയം മാറ്റി പൊളിച്ചെഴുതി. അപ്പോൾ റഷ്യക്ക് അണുവായുധം യുക്രൈനിലേക്കും ഉപയോഗിക്കാം, അമേരിക്കയിലേക്കും ഉപയോഗിക്കാം. തങ്ങളെ ഏത് രാജ്യം ഉപയോഗിച്ചാലും ആണവ നയത്തിൽ ഇപ്പോൾ റഷ്യ പറയുന്നത് ഞങ്ങൾ ഇതൊരു പ്രതിരോധത്തിന്റെ മാർഗമായി മാത്രമേ ആണവായുധത്തിനെ കാണുന്നുള്ളൂ, ഒരു ആയുധമായിട്ട് മാത്രമേ ഞങ്ങൾ ഇനി ഇതിനെ കാണുള്ളൂ എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും റഷ്യ ഇപ്പോൾ ആദ്യം എന്തായാലും ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തി അതിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊടുത്തതിന് തന്നെ, ഇപ്പോൾ അയച്ചിട്ടുള്ളത് തന്നെ ധാരാളം കെടുതികൾ യുക്രൈനിൽ വന്നിട്ടുണ്ട്. അത് എത്രത്തോളമാണെന്ന് യുക്രൈൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് സ്വീഡൻ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ, അവർ ശരിക്കും ഇതൊക്കെ കൊച്ചു രാജ്യങ്ങളാണ്, എങ്ങാനും ഈ നാറ്റോ രാജ്യങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വീഡനിലേക്കോ ഫിൻലാൻഡിലേക്കോ ഒക്കെ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രശ്നമായിട്ട് തീരും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏത് സമയവും ഒരു യുദ്ധം ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് വരെ ഇവർ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ദിമിത്രി പെസ്കോവ് പറഞ്ഞത് ഞങ്ങൾ ഇനി സംസാരിക്കുന്നത് റോക്കറ്റുകൾ കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വേണമെങ്കിലും എന്ത് തീരുമാനം വേണമെങ്കിലും ഞങ്ങൾ എടുക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത്, ദിമിത്രി പെസ്കോവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൈഡൻ കളിച്ച ഒരു കളിയായിരിക്കാം, അല്ലെങ്കിൽ ബൈഡൻ ഇസ്രയേലിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താണെന്ന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ബൈഡൻ ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ പറഞ്ഞത് എന്നുള്ളത് സെലൻസ്കിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ സെലൻസ്കി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കുറച്ചെങ്കിലും ആലോചിക്കാമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ, റഷ്യക്കെതിരെ ഇങ്ങനൊരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇതിനേക്കാൾ വലുത് തിരിച്ചടിക്കും എന്നുള്ളത് ഈ 1000 ദിവസത്തെ യുദ്ധം കൊണ്ട് യുക്രൈന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ റഷ്യ അല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കുകയാണ്. കാരണം 1000 ദിവസമാണ്. സെലൻസ്കി വിചാരിക്കുന്നത് ഇപ്പോൾ യുക്രൈൻ പക്ഷത്ത് അമേരിക്കയുണ്ട്, ബ്രിട്ടൻ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു, മറ്റ് നാറ്റോ രാജ്യങ്ങൾ സഹായിക്കാൻ എത്തും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ കൊണ്ട് റഷ്യയെ പരമാവധി അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളൊരു കണക്കുകൂട്ടലായിരിക്കാം സെലൻസ്കിക്കുള്ളത്. പക്ഷേ പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അങ്ങനെ ഒരു അണ്വായുധം പ്രയോഗിക്കുന്നതിലേക്ക്, അങ്ങനെ ഒരു കടമചിന്തയിലേക്കൊക്കെ പുടിൻ പോവുകയാണെങ്കിൽ ചെയ്താൽ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കടന്നാക്രമണത്തിലേക്ക് റഷ്യ തുനിഞ്ഞിറങ്ങിയാൽ അതിനും കാരണക്കാർ അമേരിക്ക മാറുകയാണ്. കാരണം അമേരിക്കയാണ് പ്രകോപനം നടത്തിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആക്രമണം നടത്തിയത്, അണ്വായുധം പ്രയോഗിച്ചത് അമേരിക്കയാണ്. പുടിൻ പറയുന്നു ഇതെനിക്കൊരു ആയുധം മാത്രമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു വസ്തുത ഓർക്കണം. ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബിന്റെ അതിന്റെ കെടുതികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അതാണൊരു വലിയ പ്രതിസന്ധി. അപ്പോൾ ഈ അണ്വായുധം പ്രയോഗിച്ച ഈ 2 ഘട്ടങ്ങളിലും അമേരിക്ക അതിന്റെ വലിയ പാപക്കറ അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ എന്ത് പാപക്കറ ഉണ്ടായാലും ആത്യന്തിക നഷ്ടം എന്ന് പറയുന്നത് യുക്രൈന് മാത്രമാകും. കാരണം യുക്രൈന്റെ യുദ്ധമാണ് 1000 ദിവസം പിന്നിട്ടത്. അത് റഷ്യക്ക് ശരിക്കും നാണക്കേടായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കുർസ്ക് മേഖലയെല്ലാം യുക്രൈൻ പിടിച്ചെടുത്തും കഴിഞ്ഞു. ഇതെല്ലാം അമേരിക്കയുടെ സഹായം കൊണ്ടാണ് യുക്രൈൻ ഇത് ചെയ്തത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് യുക്രൈൻ എന്ന് പോലുള്ള ഒരു രാജ്യത്തിനോട് ആക്രമിച്ചു നിന്ന് നമുക്ക് റഷ്യക്ക് ഇത്രയധികം നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത് റഷ്യക്ക് നാണക്കേടാണ്. അപ്പൊ യുക്രൈനെ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം തന്നെ ഒരു ഭീഷണിയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എല്ലാ രാജ്യങ്ങളിലേക്കും ഒന്നും റഷ്യ ആക്രമിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഒരു സാധ്യതയുള്ളത് യുക്രൈനെതിരെ ഒരു ആണവായുധമോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ പ്രഹരശേഷിയുള്ള മറ്റെന്തെങ്കിലുമോ ഉപയോഗിക്കുമോ റഷ്യ എന്നുള്ള കാര്യം
ഇപ്പൊ ശരിക്കും നമുക്ക് ആലോചിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു ചർച്ച, അതായത് ചില യുദ്ധവിദഗ്ധർ പറയുന്നത് അണ്വായുധം പ്രയോഗിക്കും. ഈ ഭൂഖണ്ഡാന്തര മിസൈൽ കഴിഞ്ഞ ദിവസം റഷ്യ പ്രയോഗിച്ചത് പോലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അണ്വായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നുള്ള അന്ത്യശാസനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ആയുധം പ്രയോഗിച്ചത് എന്നാണ്. ഇത്തരത്തിൽ അണ്വായുധം തങ്ങൾ പ്രയോഗിക്കും എന്നുള്ള ഒരു ഭീതി യുക്രൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാകാം ചിലപ്പോൾ പുടിൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. പക്ഷെ മറ്റൊരു പക്ഷം പറയുന്നത് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പുടിനെ നിൽക്കരുത് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കിം ജോങ് ഉന്നിന്റെ ഒക്കെ സഹായവും അതിന്റെ സഹവാസം കൊണ്ട് പലതും സംഭവിക്കാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ റഷ്യ ഉൾപ്പെടെ ഇപ്പം നമുക്ക് പറയുന്നത് അണുവായുധം ഉപയോഗിക്കും. ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെ കയ്യിലെല്ലാം തന്നെ, ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ കയ്യിൽ എന്തുമാത്രം ആണവശക്തി ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് നമുക്ക് ചർച്ച ചെയ്യണം. കാരണം പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ ഉടനെ അവിടുത്തെ മന്ത്രിമാർ പറയുന്നതാണ് ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കും എന്നുള്ളത്. ശരിക്കും അണ്വായുധം എത്രത്തോളം ശക്തിയുണ്ട് അണ്വായുധ ശേഷിയിൽ രാജ്യങ്ങൾക്കൊക്കെ? സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട സമയത്ത് റഷ്യയ്ക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സംവിധാനങ്ങളും ആണവായുധങ്ങളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആണവായുധങ്ങളുള്ള രാജ്യം, രണ്ടാമത്തെ രാജ്യം റഷ്യ തന്നെ ആയിരിക്കും. കാരണം സോവിയറ്റ് യൂണിയൻ വിഭജിച്ചു കഴിഞ്ഞ് റഷ്യ ആയി കഴിഞ്ഞപ്പോൾ ആണവായുധങ്ങളെല്ലാം തന്നെ റഷ്യയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. രണ്ടാമത്തെ രാജ്യമാണ് പക്ഷേ റഷ്യ. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് എന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ കണക്കുകൾ എടുത്തിട്ടുള്ളത്. ഇത് പ്രകാരം റഷ്യയുടെ കൈവശം 5580 ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അവയിൽ 1200ഓളം എണ്ണം കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ 4380 എണ്ണം ഇപ്പോഴും കാര്യക്ഷമമായി തന്നെയുണ്ട്. ഈ 4380-ൽ 1710 എണ്ണം എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ആക്രമണം നടത്താൻ ഉതകുന്ന തരത്തിൽ വിന്യസിച്ചു വച്ചിരിക്കുകയാണ്. ഇതിൽ 870 ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ വിട്ട ദീർഘദൂര കോണ്ടിനെന്റൽ മിസൈലുകളുണ്ടല്ലോ, അതിൽ അങ്ങനത്തെ മിസൈൽ 870 ആണവായുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിച്ചു വച്ചിരിക്കുകയാണ്. 640 എണ്ണം അന്തർവാഹിനികളിലുണ്ട്. 200 എണ്ണം യുദ്ധവിമാനങ്ങളിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് ഉപയോഗിച്ചാൽ മതി. എല്ലാം തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഉപയോഗിക്കാനുള്ള ഒരു സാങ്ഷൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കടലിലും കരയിലും ആകാശത്തും എല്ലാം സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. ദീർഘദൂരത്തിലും ഹ്രസ്വദൂരത്തിലും എല്ലാം തൊടുത്തുവിടാൻ കഴിയുന്ന രീതിയിലാണ് ഈ മിസൈൽ ശേഖരമെല്ലാം വെച്ചിട്ടുള്ളത്. അതാണ് റഷ്യയുടെ അവസ്ഥ. ഒട്ടും പുറകിലല്ല അമേരിക്കയുടെ കൈവശമുള്ളത് ഏറ്റവും കൂടുതൽ 5748 ആണവായുധങ്ങളുണ്ട്. മുൻപിലുള്ളത് അമേരിക്ക. അതായത് ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമാണ് കയ്യിലുള്ളത്. ഇവയിൽ 1419 എണ്ണമാണ് ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. അത് റഷ്യയിൽ നിന്നും കുറച്ച് കുറവാണ്. പക്ഷേ 1419 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയൊന്നുമല്ല. മറ്റുള്ള ഓരോ രാജ്യത്തിൻ്റെയും കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം പറഞ്ഞാൽ ചൈനയുടെ കയ്യിൽ 500 എണ്ണം ഉണ്ട്, ഫ്രാൻസിന്റെ കയ്യിൽ 290 ഉണ്ട്, ബ്രിട്ടന്റെ കയ്യിൽ 225, ഇന്ത്യയും തൊട്ട് പിന്നാലെയുണ്ട് 172, പാകിസ്ഥാന്റെ കയ്യിൽ 170 എണ്ണം ഉണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പക്ഷെ വേറൊന്നുണ്ട്, ഈ 172 എണ്ണം ഒന്നും ഇടണ്ട, ഒരാണവായുധം ഇടേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ അടുത്താണ് നമുക്ക് ഇത്രയും ഉള്ളത്. ഇനി ഉത്തര കൊറിയയുടെ കയ്യിൽ 50 ആണവായുധങ്ങളുണ്ട്. ഏറ്റവും പക്ഷെ ലോകം പേടിക്കുന്നത് ഉത്തര കൊറിയയുടെ കയ്യിലുള്ള ഈ 50 ആണവായുധങ്ങളെയാണ്. കാരണം കിം ജോങ് ഉന്നിന്റെ ഒരു ഒന്നിച്ചെടുത്ത് പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തുന്നതായിട്ടും പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിച്ചിട്ടുള്ള യുദ്ധക്കുറ്റങ്ങളുള്ളത് കിം ജോങ് ഉന്നിനെയാണ്. കാരണം എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം തന്നെ വരുത്തി വെച്ചിട്ടുള്ള, എന്നാൽ ഇതൊന്നും തന്നെ കൂസാതെ നടക്കുന്ന ഒരാളാണ് കിം ജോങ് ഉൻ. അവരുടെ കയ്യിലുമുണ്ട് 50 എണ്ണം. അപ്പോൾ ഇത്രയും ഇതുണ്ടാകുമ്പോൾ റഷ്യയുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ മൊത്തം ഭാരം എന്ന് പറഞ്ഞാൽ അത് 1000 ടണ്ണാണ്. ഈ 1000 ടൺ വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ ഇട്ടല്ലോ അണുബോംബ്, അതിൻ്റെ 6 ഇരട്ടി വലിപ്പവും ശക്തിയുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ല. റഷ്യ ഭൂഖണ്ഡാന്തര മിസൈൽ ലോഞ്ചറുകളിലാണ് ആണവായുധങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആണവായുധങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലിൽ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രധാന നഗരങ്ങളായ ലണ്ടനിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ ഒന്നും തന്നെ ഒരു ആണവായുധം പ്രയോഗിക്കാൻ റഷ്യക്ക് വലിയ താമസമൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
ഇതിന് റഷ്യയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ അയക്കാന്നിരിക്കട്ടെ, 20 മിനിറ്റ് മതി. റഷ്യ ലണ്ടനിലേക്കൊന്ന് അയച്ചു കഴിഞ്ഞാൽ ലണ്ടൻ അമാവശേഷമാകാൻ 20 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രഹരശേഷിയുള്ള ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ പോകുന്ന ആയുധങ്ങളാണുള്ളത്. പിന്നെ ഒന്നുണ്ട്, ഇത് എല്ലാവരും ഉപയോഗിക്കുമോ, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, ഈ അണുവായുധങ്ങളുടെ എല്ലാം പാസ്വേഡുകളുണ്ട്. ഈ പാസ്വേഡ് അടങ്ങിയിട്ടുള്ള ഒരു ബ്രീഫ് കേസ് ഉണ്ട്. ഈ ബ്രീഫ് കേസ് റഷ്യൻ പ്രസിഡന്റിന്റെ കൈവശമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വിചാരിക്കുകയാണ്, ഇല്ല ആണവായുധ യുദ്ധം തുടങ്ങാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പാസ്വേഡുകൾ ഏത് ആണവായുധമാണോ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പാസ്വേഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം ഭസ്മമായി പോകും എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് അത്രയൊരു ലോകം മുഴുവൻ ഭസ്മമാക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ യുക്രൈനിലേക്ക് ഒരു അണവായുധം പ്രയോഗിക്കണം എന്ന് വിചാരിച്ചാൽ ഇന്നലെ വിട്ട ദീർഘദൂര കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന് പകരം അതിന്റെ അറ്റത്ത് ഒരു അണുബോംബ് കൂടി വെക്കണം എന്ന് പുടിൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ അറ്റത്ത് അണുബോംബ് ഘടിപ്പിച്ച് വെച്ചിട്ടുള്ള മിസൈലുകൾ തന്നെ അവിടെ തന്നെ 100 കണക്കിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അറ്റത്ത് ഇതൊന്ന് അടിച്ച് പറയുകയാണെങ്കിൽ, പക്ഷെ അത്തരമൊരവസ്ഥയിലേക്ക് പോകുമോ അതോ ഈ നേരത്തെ പറഞ്ഞതുപോലെ യുക്രൈനെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. നമുക്ക് ഈ ഘട്ടത്തിൽ മറ്റ് 2 രാജ്യങ്ങളുടെ കൂടി കാര്യം പറയണം. ഉത്തര കൊറിയയുടെ കയ്യിൽ 50 അണ്വായുധങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അണ്വായുധങ്ങൾ ഇല്ല എന്ന് പറയുന്ന 2 രാജ്യങ്ങളുണ്ട്, ഇസ്രയേലും ഇറാനും തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെ ആണവ ശക്തി എത്രയാണെന്ന് ലോകത്തിന് അറിയില്ല. ഇതിനോടൊപ്പം നിൽക്കുന്ന, ഇവരോടൊപ്പം കിടപിടിക്കുന്ന ശക്തി തന്നെയാണ് ഇസ്രയേലിന്റെയും ഇറാന്റെയും കയ്യിൽ ഉണ്ടായിരിക്കുക. നിരന്തരമായ ആണവ പരീക്ഷണങ്ങൾ 2 രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാന്റെ ആണവ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് കണക്ക് കൂട്ടാൻ ഇസ്രയേലിന് കഴിയും എന്നുള്ള ചില വാദങ്ങളുണ്ട്. കാരണം ഇറാന്റെ എല്ലാ നീക്കങ്ങളും അപ്പോൾ ചൂഴ്ന്നെടുക്കുന്ന ആൾക്കാരാണ് ഇസ്രയേൽ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന്റെ ശക്തി, ആണവ ശക്തി തിരിച്ചറിയാൻ ഇതുവരെ ഇറാന് കഴിഞ്ഞിട്ടില്ല. പല ആവർത്തി ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവരും ആണവ ശക്തിയാണ്, ഇതുവരെ സമ്മതിച്ചിട്ടില്ലെങ്കിലും ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എങ്കിലും തന്നെയും ആണവ ശക്തികളാണ്. അപ്പോൾ വലിയ ഭീതിക്ക് നടുവിലാണ് രാജ്യം എന്ന് പറയുന്നത്. കാരണം യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ നാവിൽ വരുന്ന ഒരു വെല്ലുവിളി അണ്വായുധം പ്രയോഗിക്കും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു ഇത് വ്യൂ പോയിന്റ് പറയുകയാണ്, മുൻപ് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അണ്വായുധം പ്രയോഗിക്കുന്നതിന് ഇത്രയൊരു താമസം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യുദ്ധമുണ്ടായ അടുത്ത നിമിഷം തന്നെ അണ്വായുധം പ്രയോഗിച്ചേനെ. പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നത് ജർമ്മൻ സൈന്യം തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. എന്നിട്ടും അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് രാജ്യങ്ങൾ തയ്യാറാകില്ല. കാരണം വികസനത്തിനും മുന്നോട്ട് പോകുന്നതിനും, അതായത് ടെക്നോളജിയിലും ഒക്കെ തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആണ് ലോകം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പുരോഗതിക്കാണ് രാജ്യങ്ങളൊക്കെ തന്നെ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു അണ്വായുധം പ്രയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതും അണ്വായുധ രാജ്യമാകുന്നത് കൊണ്ട് അവർ തൊടുത്താൽ ഇവർ വെറുതെ ഇരിക്കില്ല, ഇവരും എടുത്ത് പ്രയോഗിക്കുക. അപ്പോൾ രാജ്യങ്ങൾ താറുമാറായി പോകുന്ന അവസ്ഥയാണ്. പിന്നീട് ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് വേണം, വലിയ തുക ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ഇവർ തയ്യാറാകും എന്ന് നമുക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു വെല്ലുവിളിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കും എന്ന് പറയുമെങ്കിലും അത് പ്രയോഗിക്കാൻ ഇന്നത്തെ ഒരു ലോകം അതിന് തയ്യാറാകില്ല, ഇന്നത്തെ രാജ്യങ്ങൾ അതിന് തയ്യാറാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മൾ മുൻപോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ഏക ആശ്വാസം. ഈ വെല്ലുവിളികളൊക്കെ നടത്തുമെങ്കിലും അതിര് കടന്നു പോകുന്ന വെല്ലുവിളികളൊക്കെ പരസ്പരം ഉണ്ടാകാം. എങ്കിൽ കൂടിയും ഒരു
പരിധിക്കപ്പുറത്തേക്ക് ഈ രാജ്യങ്ങൾ പോകില്ല എന്ന് ഒരു വിശ്വാസമാണല്ലോ എല്ലാം. അത് തന്നെയാണ്, അതിൽ തന്നെ മുൻപോട്ട് പോകാം. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഭയക്കേണ്ട ചില ആളുകൾ, കിം ജോങ് ഉന്നിനെ പോലെയുള്ള ചില രാജ്യങ്ങളെ നമ്മൾ ഭയക്കണം. കാരണം അവർക്കൊന്നും ഈ കിം ജോങ് ഉന്നിനൊന്നും വെളിവില്ലാത്ത മനുഷ്യരാണ് എന്ന് നമുക്ക് പറയണം. ഒരു ഭരണാധികാരിയാണ്. അങ്ങനത്തെ ഒരു വെളിവില്ലാത്ത സംഭവം തന്നെയാണ് ഇപ്പൊ സെലൻസ്കി ചെയ്തതും. അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്ക അതിനൊരു അനുവാദം കൊടുത്തതിന്റെ പിറ്റത്തെ ദിവസം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു മിസൈൽ റഷ്യയിലേക്ക് വിടേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെലൻസ്കി ചെയ്തത് ഒരു ആന മണ്ടത്തരമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. അത്തരത്തിലൊരു കടന്ന കൈ പ്രയോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.